നമ്മുടെ കുട്ടി അമ്മു സജീവിൻ്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ്. അവസാന വർഷം പഠിക്കുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം ഈ നാടിന് നേഴ്സായി ജോലി ചെയ്യേണ്ട കുട്ടി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞേ പറ്റൂ. മാതാപിതാക്കളുടെ അത്രയും താല്പര്യം യൂണിവേഴ്സിറ്റിക്കുമുണ്ട്. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഡീൻ സ്റ്റുഡൻ്റ് അഫയേഴ്സ്, കുട്ടികളുടെ കാര്യം മുഴുവൻ പരിശോധിക്കുന്ന ഡീൻ സ്റ്റുഡൻ്റ് അഫെയർ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ടീം ഇന്ന് രാവിലെ തന്നെ തൃശ്ശൂരുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയുടെ നഴ്സിംഗ് ഡീൻ ഡോക്ടർ രാജി രഘുനാഥ്, അതുകൂടാതെ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ മെമ്പർ ഡോക്ടർ ഹരികുമാർ SK, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു, ഈ 4 പേരടങ്ങുന്ന ടീം ഇന്നൊരു ഉച്ച കഴിയുമ്പോൾ ഈ കോളേജിലെത്തും. കോളേജിലെത്തിയിട്ട് അവിടെ ബന്ധപ്പെട്ട എല്ലാവരെയും കാണുകയും വിദ്യാർത്ഥികളടക്കം, അധ്യാപകരടക്കം, പ്രിൻസിപ്പലടക്കം അവിടുത്തെ സകല രേഖകളും പരിശോധിക്കുകയും ചെയ്യും. അന്വേഷണത്തിന് ശേഷം അവരെ മാതാപിതാക്കൾ ഇന്ന് വൈകുന്നേരം അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ അവരെയും ഇന്ന് കാണും. അവരുടെ സൗകര്യമനുസരിച്ചിട്ട് ഇത് കണ്ടതിന് ശേഷം വിശദമായ മറ്റു കാര്യങ്ങളും കൂടെ പരിശോധിക്കും. ഈ കുട്ടിയുടെ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റുമൊക്കെ പരിശോധിക്കും. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അത് യൂണിവേഴ്സിറ്റി അതിനുള്ള പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. പോലീസിൻ്റെയും എൻക്വയറി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോലീസും വളരെ കൃത്യമായി സത്യസന്ധമായി അന്വേഷിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത്. നമുക്കറിയണം ഈ കുട്ടിയുടെ മരണം എന്തുകൊണ്ടാണ് എന്ന്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു കുട്ടിയും ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള ഒരു കുട്ടിയും മരിക്കാൻ ഇടവരരുത് എന്ന ദൃഢനിശ്ചയം യൂണിവേഴ്സിറ്റിക്കുണ്ട്. 1,00,000-ലധികം കുട്ടികളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. അതിൽ 70% കുട്ടികളും പെൺകുട്ടികളാണ്. ആർക്കും തന്നെ ഇങ്ങനെയൊരു ദാരുണ അനുഭവം ഉണ്ടാവരുത് എന്ന് യൂണിവേഴ്സിറ്റിക്ക് നിർബന്ധമുണ്ട്. അതിനുവേണ്ട എന്തു നടപടിയും യൂണിവേഴ്സിറ്റി സ്വീകരിക്കും. ഇതിനാരെങ്കിലും ഉത്തരവാദി ആണെങ്കിൽ, വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉത്തരവാദികളാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പരമാവധി കർശന നടപടി എടുക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.